സോ വെൽക്കം ബാക്ക്. ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വാങ്ങണമെന്ന് നമ്മൾ മിനിമം ഒരു 20,000 രൂപ 25,000 രൂപ കൊടുത്താൽ മാത്രമേ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ മോട്ടറോള G85 അങ്ങനെയല്ല, 18,000 രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് കേർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ഉള്ള ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും പ്രൈസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒറ്റ വീഡിയോ നോക്കാം. സോ അപ്പോൾ നേരെ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസും വേരിയൻറ്റും പറയാം. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 8GB 128GB പിന്നെ ഒന്ന് 12GB 256GB കൂടെ വരുന്നുണ്ട്. ഇതിൽ ബേസ് മോഡലായിട്ടുള്ള 8GB 128GB നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,999 ആണ്. ഹയർ വേരിയൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,999 ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് കൂടാതെ തന്നെ 1000 രൂപയുടെ ഒരു ബാങ്ക് ഓഫർ കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ബേസ് മോഡൽ 16,999 ഹയർ വേരിയൻറ്റ് 18,999 കിട്ടുന്നതായിരിക്കും. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലും അല്ലെങ്കിൽ EMIയിലൊക്കെയാണ് ഈ ഒരു ഓഫർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഓഫർ പ്രൈസായിട്ട് വരുന്നത് 18,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. നോർമലായിട്ടുള്ള പ്രൈസ് 18,000 രൂപയാണ്. ഓഫർ പ്രൈസിൽ 17,000 രൂപക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഓഫർ പ്രൈസ് നമുക്ക് എന്തായാലും കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. പക്ഷേ നോർമലായിട്ടുള്ള പ്രൈസ് 18,000 രൂപയാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിൻ്റെ ഡിസൈൻ ഇത് ഓൾറെഡി മോട്ടറോള ഫോൺസിൽ എഡ്ജ് 15 ഫ്യൂഷനിലൊക്കെ കണ്ട ആ ഒരു സെയിം ആയിട്ടുള്ള ബാക്ക് പാനൽ തന്നെയാണ്. ഒരു വീഗൻ ലെതറും ആ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഫോണിൻ്റെ ബാക്ക് തന്നെയാണ്. കാണാൻ ഓൾമോസ്റ്റ് സെയിം ആസ് ആ ഒരു ഫോൺ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും എവിടെയുമില്ല. വീഗൻ ലെതറിൻ്റെ ബാക്കാണ് കൊടുത്തിട്ടുള്ളത്. 173 ഗ്രാം വെയിറ്റും 7.6 mm മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. പിന്നീട് 3 കളർ വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ഗ്രേ, ഗ്രീൻ, ബ്ലൂവും വരുന്നുണ്ട്. അപ്പോൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും കാര്യത്തിൽ നമ്മളങ്ങനെ പുതുമയുള്ള ഡിസൈൻ ഓൾറെഡി മോട്ടോറോള ഫോൺസിലൊക്കെ കണ്ടുവരുന്ന സെയിം ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോൺ ഫോളോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. ഇനി ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD POLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 1600 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. അത് കൂടാതെ തന്നെ ഒരു 3D കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. അതായത് 17,000 രൂപ ഓഫർ പ്രൈസിൽ 17,000 രൂപ റേഞ്ചിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഒരു കേർവ്ഡ്. യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഇപ്പം ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, എന്നാൽ പോലും കാണാൻ അത്യാവശ്യം നല്ല രസമാണ് ഈ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഫീച്ചറുള്ള ഫോൺ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇപ്പോൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി 15,000 രൂപ റേഞ്ചിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ വരാനുള്ള നല്ല ചാൻസ് ഒക്കെ തന്നെയുണ്ട്. ദെൻ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, അതും സോണിയുടെ LYT600 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 8 MB അൾട്രാ വൈഡും റിയർ ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 1080p 16 എപ്പിസോഡിലെ വീഡിയോസ് മാത്രമേ റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സെൽഫി ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറയാണ്. അതിലും ഫുൾ HDയിൽ മാത്രമേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്യാമറയൊക്കെ തന്നെ അത്യാവശ്യം ഒരു നോർമൽ ഒരു ആവറേജ് ക്യാമറ ആയിട്ടാണ് തോന്നിയത്. മെയിൻലി നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് 4K ഇല്ല. അത് തന്നെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ആവറേജ് തന്നെ പറയാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് പോലും 4K തരുന്നില്ല. ദെൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6th Gen 3 എന്ന പ്രോസറാണ് വരുന്നത്. ആൻഡ് ടു സ്കോർ എന്ന് പറയുന്നത് 4,17,000 എബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും പറയാനില്ല. ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന Android 14 Hello UI ആയിട്ടാണ് വരുന്നത്. പിന്നീട് 2 വർഷത്തെ മേജറായിട്ട് അപ്ഡേറ്റും 4 വർഷ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടറോള ഈ ഒരു ഫോണിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LPDDR4X റാം USF 2.2 ആണ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈസ് പോയിൻ്റ്, അതായത് ഒരു 18,000 രൂപ പ്രൈസ് പോയിന്റിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു കേർവ്ഡ് 3D കേർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ തന്നെയാണ്. അതും POLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ വരുന്നുണ്ട്. നല്ല ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് ഈ ഒരു 17,000 ഓഫർ പ്രൈസിലൊക്കെ പറയുകയാണെങ്കിൽ 17,000 രൂപയ്ക്ക് ദി ബെസ്റ്റ് ഫോൺ തന്നെയാണ് ഈ ഒരു മോട്ടറോളയുടെ G85 5G എന്ന ഫോൺ. അപ്പോൾ കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് ഈ ഒരു മോട്ടറോളയുടെ G85 5G എന്ന ഫോൺ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ എന്നത്തെ പോലെ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.